ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ് ചെയ്തത്. എന്താ ഞാൻ പറയും മോളോട്? അപ്പൊ ഷിംജിത മാത്രമല്ല ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഉള്ളതെന്ന് പറയുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ബുദ്ധിയില്ലാത്തൊരു സാധനം. അത് ഈ നമ്മുടെ സമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്തം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല. സംശയമില്ല. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരും. നീ വക്രബുദ്ധിക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ. പക്ഷെ ഇത്ര കണ്ട് തരംതാണ പ്രവൃത്തി ചെയ്യുന്നവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഷൈൻ ചെയ്ത് ഈ മറ്റേ കോപ്പനാകാന്ന് വിചാരിച്ചല്ലേ? അതിനെ ഞൊട്ടണം. ഇത് വലിയ തന്നെയാണ്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് അതിനൊന്നും ഇല്ലേ? നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് അതെനിക്കറിയാം. മൈൻഡ് സെറ്റ് ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അതെ മാഡം, അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ? മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. നിന്റെ വിചാരം എന്തുവാ? നീ വലിയ മെടുക്കനാന്നോ? മര്യാദക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബെടക്ക. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചോ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. വണ്ടി എടുക്കട്ടെ മോളെ. ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. അത്ര തന്നെ എനിക്കറിയാം. ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. അല്ല, എനിക്ക് ഷൂട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തതിനോ എനിക്ക് അതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ല. ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, അതിൽ യൂസ് ചെയ്യണം. ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അങ്ങനെയൊന്നുമില്ല. മാനോ മഹിമയുള്ള പെണ്ണുങ്ങൾക്ക് ചേർത്ത പണിയല്ല. ആ കുട്ടി എന്തിനു യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ജനറലി ഹൂഎവർ യൂസസ് ഇറ്റ്, ഈ പറയുന്ന യൂസേജ് ഓഫ് ടെക്നോളജിക്ക് നല്ലൊരു അവയർനെസ് വേണം, ഒരു ട്രെയിനിങ് വേണം, അതിന്റെ ഒരു മെത്തഡോളജി മാഡം ട്രെയിനിങ് കൊടുക്കുമ്പോ ഈ കുട്ടി ഇതില്ലായിരുന്നെങ്കിൽ അവരോട് പറയില്ലേ മോളെ ഈ എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസിന് കൊടുക്കണമെന്ന്. അല്ല, നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ പറയുന്നത്? ട്രെയിനിങ് കൊടുക്കണം എന്ന് അത്രേ പറയുന്നുള്ളൂ. സ്വാഗതം ചെയ്യും. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ ഒരു പ്രസ്ഥാനമാടാ. ഇത്തരത്തിലുള്ള ചിന്താഗതികളും സ്ത്രീകൾ വളരെ ശക്തമായി കൊണ്ടു നടക്കുന്നുണ്ട്. ഞങ്ങളെ നിയമം സംരക്ഷിച്ചോളും, ആണുങ്ങളെ ഏത് രീതിയിലും ഉപദ്രവിക്കാം എന്ന ചിന്താഗതിയിലേക്ക് സ്ത്രീകൾ മാറിക്കഴിഞ്ഞു. അത് എല്ലാ സ്ത്രീകളുമല്ല. 100% ഞാൻ യോജിക്കുന്നു. സ്ത്രീകൾ എപ്പം സ്ത്രീകൾ തീരുമാനിച്ചാൽ ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപകിനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ആ മീ ടു മൂവ്മെന്റ് ഫേക്ക് മീ ടു ആവരുത്, അത്രേ ഉള്ളൂ. ഫേക്ക് മീ ടു നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഇതിനൊരു ടൈം ലൈൻ വേണം, റീസണബിലിറ്റി വേണം. പറഞ്ഞോളൂ, പക്ഷേ തിരിച്ച് കോൺസിക്വൻസ് അത് നിങ്ങളുടെ ബോധമില്ലായ്മയാണ്. മാഡം തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ടാഗ് വെച്ച് ജീവിക്കണം. അവര് പോലീസിൽ പോയില്ല, മീഡിയയിലാണ് ഇട്ടോ. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അതായത് 112 വിളിക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. 112 വിളിച്ചില്ല, കേസിന് പോയില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവര് വേറൊരു വഴിയിൽ നടന്നു. നീ ചെയ്തത് തെറ്റ്. അതായത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ തോണ്ടുകയോ എന്റെ മേൽ ഉരസുകയോ അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെളിവ് കാണിക്കാൻ യാതൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഭാസി എന്നെ കണ്ടാ പറയൂലെങ്കിലും ഈ ഒരു സംഭവം തന്നെയാണ്. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. അന്വേഷിക്കുമ്പോ അക്യൂസ്ഡിന് പ്രൈവസി കൊടുത്താൽ മതി. അന്വേഷിക്കുമ്പോ ഇരയുടെ പേര്, പരാതിക്കാരിയുടെ പേര് പറയാത്തതുപോലെ അക്യൂസ്ഡിന്റെ പേരും പറയരുത്. പ്രൈമാ ഫേസി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ. ഇതാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ആരോപിതരുടെയും പേര് പറയരുത്. അവർക്ക് ഇറവോക്കബിൾ ഡാമേജ് പറയാൻ പാടില്ലാത്തത് തന്നെയാണ്. കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടെ